Hello everyone. So welcome to today's session. ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് BFSWയുടെ a sneak peek of year 2 എന്ന സെഷനിലേക്കാണ്. So I welcome you all to this session. അപ്പോൾ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSW ഇന്റഗ്രേറ്റഡ് കോഴ്സിന്റെ ഇയർ 2നെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് സെഷനിലേക്കാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് റീ രജിസ്ട്രേഷൻ ചെയ്യുക, അതുപോലെ ഇയർ 2ലുള്ള കോഴ്സുകൾ, ഇലക്ടീവ്സ്, ഈ ഒരു കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ്സ് ബിഗിൻ. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ റീ രജിസ്ട്രേഷൻ പ്രോസസ്സിനെ പറ്റിയാണ്. അപ്പൊ റീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും ഫസ്റ്റ് ഇയറിന് ശേഷം സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ഒന്നുകൂടി പുതുക്കം ചെയ്യുന്നതിനെയാണ് നമ്മൾ റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ ഈ റീ രജിസ്ട്രേഷന്റെ കീ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുന്നത് December 2nd, 2024 ആണ്. ആൻഡ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഒരു ലേറ്റ് ഫീസ് ഒന്നും കൂടാതെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് January 31st, 2025. ഓക്കെ, അപ്പൊ ഈ ഒരു റീ രജിസ്ട്രേഷൻ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ടലാണ് onlineigrr.igno.ac.in എന്ന് പറഞ്ഞ പോർട്ടൽ. അപ്പൊ ഈ ഒരു റീ രജിസ്ട്രേഷൻ പ്രോസസ് ചെയ്യാൻ നമുക്ക് സ്റ്റുഡൻസിന് സെൽഫ് ആയിട്ടും ചെയ്യാം, അതുപോലെ തന്നെ ലേൺ വൈസും നമുക്കൊരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഹെൽപ്പ് ഡെസ്ക് യൂസ് ചെയ്തിട്ട് കൊണ്ടും നമുക്ക് ഈ ഒരു റീ രജിസ്ട്രേഷൻ പ്രോസസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു റീ രജിസ്ട്രേഷന്റെ പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇഗ്നോന്റെ ഒഫീഷ്യൽ റീ രജിസ്ട്രേഷൻ പോർട്ടൽ വിസിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ എൻറോൾമെന്റ് നമ്പറും പാസ്വേഡും യൂസ് ചെയ്തുകൊണ്ട് അതിൽ ലോഗിൻ ചെയ്യണം. ആൻഡ് അതിനുശേഷമാണ് നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ഏതാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മൾ പ്രിസൈസ് ആയിട്ട് അത് സെലക്ട് ചെയ്യണം. ഏതൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന പേപ്പേഴ്സ്, നമ്മുടെ സെമസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സും ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് സെലക്ട് ചെയ്യാൻ. അതിനുശേഷം കോഴ്സസ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ റീ രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈൻ ത്രൂ പേ ചെയ്യണം. അതിനുശേഷം നമുക്ക് അതിന്റെ ഫോം ലഭിക്കുകയും ആ ഫോം സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു കൺഫർമേഷൻ ലെറ്റർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് സേഫ് ആക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് റീ രജിസ്ട്രേഷന്റെ പ്രോസസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ നമുക്ക് സെൽഫ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലേൺ വൈസ് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് റീ രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ റീ രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്കിന്റെ കോൺടാക്ട് നമ്പർ ആയിട്ട് വരുന്നത് +91 871 46 24 237. ഈ നമ്പർ ഇപ്പോൾ നമ്മൾ ചാറ്റ് ബോക്സിലും പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് റീ രജിസ്ട്രേഷന് വേണ്ടി ഹെൽപ്പ് ഡെസ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ മെന്റർ, ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഉണ്ടായ മെന്ററിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവ്സുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് റീ രജിസ്ട്രേഷൻ നമുക്ക് പൂർത്തിയാക്കാവുന്നതാണ്. നമ്മുടെ കമന്റ് ബോക്സിലും നമുക്ക് ഈ ഒരു കോൺടാക്ട് നമ്പർ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഈ ഒരു സെഷനിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ക്വിക്ക് ഓവർവ്യൂ ആണ് നോക്കുന്നത്. അപ്പൊ ആദ്യമായി നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ കോഴ്സ് വർക്കിനെ പറ്റിയാണ്. എന്തൊക്കെയാണ് സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പേപ്പേഴ്സ്, എന്തൊക്കെയാണ് നമുക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, കാര്യങ്ങൾ, സിലബസ്, ഇതെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷമാണ് നമ്മൾ സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റഡീസ് ഒരു ഇഫക്റ്റീവ് ആയിട്ടും സ്ട്രാറ്റജിക് ആയിട്ടും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്, അടുത്ത എക്സാംസിനൊക്കെ എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേൺ വൈസ് ഇക്കോ സിസ്റ്റം ഫോർ ഇഗ്നോ ലേണേഴ്സ്, എങ്ങനെയാണ് നമ്മുടെ ലേൺ വൈസിൽ നമ്മുടെ ഒരു സ്റ്റഡി സിസ്റ്റം ഫോളോ ചെയ്തു പോകുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസ്, എന്തൊക്കെ സർവീസസ് ആണ് നമ്മൾ ലേൺ വൈസ് സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെയുള്ള ഒരു കാര്യമാണ് റെഫറൻസ് ഇനീഷ്യേറ്റീവ്. ഈ ഒരു ഇനീഷ്യേറ്റീവിനെ പറ്റിയും നമ്മൾ ഇൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും ഈ ഒരു സെഷനിൽ. അതുപോലെ നമുക്ക് റിഫ്ലക്ഷൻ ഓൺ എക്സാം എക്സ്പീരിയൻസസ് ഉണ്ട്. നമ്മുടെ കൂടെ ഫസ്റ്റ് ഇയർ എക്സാംസ് കഴിഞ്ഞ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് എക്സാം കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് അവരുടെ എക്സ്പീരിയൻസ്, എങ്ങനെയൊക്കെ അവരുടെ സ്റ്റഡീസ് അവരെ എക്സാംസിൽ നല്ലോണം അറ്റംപ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു, അതുപോലെ ഇനി ഫ്യൂച്ചർ എക്സാംസ് വരുമ്പോൾ എങ്ങനെയാണ് അതിനൊക്കെ നേരിടേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് നമ്മൾ
ആ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മൈൻഡിൽ വെക്കേണ്ടത്, ഓരോന്ന് പഠിക്കാൻ പോകുമ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിൽ വെക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഓവറോൾ ഡിസ്കഷനോട് കൂടി നമ്മൾ ഈ ഒരു സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നതാവും. സോ ഫോർ ദ നെക്സ്റ്റ് സെഷൻ ഐ ഇൻവൈറ്റ് ഫാത്തിമ മാം. സോ വൺസ് അഗെയിൻ ഞാൻ എല്ലാവരെയും ഈ ഒരു സ്നീക് പീക്ക് ഓഫ് ഇയർ 2 വെൽക്കം ചെയ്യാണ്. ആൻഡ് താങ്ക് യു ഐഷ മാം. മാം നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. സോ ഇനി നമുക്ക് നമ്മുടെ BFSWന്റെ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് എത്ര പേപ്പേഴ്സ് പഠിക്കാനുണ്ട്, അതിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു സമ്മറി പോലെ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ. സോ ഫസ്റ്റ് ഇയർ നോക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് പഠിച്ചു. സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്ററി പഠിച്ചു. അതേപോലെ നമുക്ക് BSW 121 എടുക്കുമ്പോഴത്തേക്കും സോഷ്യൽ വർക്കിൽ വരെ യൂസ് ചെയ്യുന്ന വാല്യൂസും കാര്യങ്ങളും എന്തൊക്കെയാണ്, അങ്ങനെ കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഗോ ത്രൂ ചെയ്തു. അപ്പൊ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയാം, ഫസ്റ്റ് ഇയർ കുറച്ച് ബേസിക് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ. അപ്പം എന്തിനാണ് ഈ പറയുന്ന BFSW ഈ പറയുന്ന പേപ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കോർ സ്കിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഈ പറയുന്ന ഡിഗ്രി എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നുണ്ടല്ലേ, അപ്പം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, സ്ട്രെങ്തൻ ചെയ്യണം. നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കിൽസ് ഒക്കെ നിങ്ങൾക്ക് ഒന്നുകൂടെ ബിൽഡപ്പ് ചെയ്ത് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിലബസും കാര്യങ്ങളുമാണ് നമ്മുടെ ഇയർ 2 നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ നമുക്കറിയാം, നമ്മൾ ആളുകളുടെ ഇടയിലാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അതിന് ഒരു സൊല്യൂഷൻ കൊണ്ടുവരിക. നമ്മൾ പല മേഖലകളിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ ബേസിക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, മനുഷ്യരുടെ ഇടയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പ്രൊഫഷൻ നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പം മനുഷ്യരുടെ ഒരു ബിഹേവിയർ, ഹ്യൂമൻ ബിഹേവിയർ എന്താണ്, അതിനെ മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അങ്ങനെ ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ പഠിക്കുന്ന തിയറി മാത്രമല്ല, ആ തിയറിനെ നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടിക്കലി നമുക്ക് അതിനെ അപ്ലൈ ചെയ്യണം. സോ അത്തരത്തിലുള്ള ഒരു നോളജ് നിങ്ങൾക്ക് ഫീൽഡ് വർക്കിലൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് കിട്ടും. സോ ഈ ഒരു മെയിൻ കാര്യമാണ് നമുക്ക് BSW കോഴ്സ് വർക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ. ആൻഡ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന നിങ്ങളുടെ കീ ഫോക്കസ് ഏരിയാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള നിങ്ങളുടെ മെയിൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ ഇലക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ മെയിൻ പേപ്പേഴ്സ് വരുന്നതെന്ന് പറയുമ്പോൾ സോഷ്യൽ കേസ് വർക്ക് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് വരുന്നുണ്ട്. BSW 125 നമ്മൾ ഫസ്റ്റ് ഇയറിൽ കേസ് വർക്കും ഗ്രൂപ്പ് വർക്കും ഒക്കെ ചെറുതായിട്ടൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, ഡെഫിനിഷൻസും കാര്യങ്ങളും അങ്ങനെയൊക്കെ. അപ്പം ഇതിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ടും അതൊരു പേപ്പർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെ ഗോ ത്രൂ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് കമ്മിങ് ടു സെക്കൻഡ് പേപ്പർ, അതൊരു പ്രാക്ടിക്കൽ ആണ്, സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ. BSW 106 എന്നാണ് അതിന്റെ ടൈറ്റിൽ വരുന്നത്. ആൻഡ് തേർഡ് വൺ ഹ്യൂമൻ ഗ്രോത്ത് ബിഹേവിയർ ആൻഡ് കൗൺസിലിംഗ്, BSW 124 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു എന്താ പറയാ, ഒരു മനുഷ്യൻ ഇൻഡിവിജ്വൽ എടുക്കുമ്പോൾ അവരുടെ ഒരു ഹ്യൂമൻ ഗ്രോത്ത്, ബിഹേവിയർ, അതുപോലെ കൗൺസിലിംഗ്, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം നമ്മൾ അതിലൂടെ ഗോ ത്രൂ ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഫോർത്ത് വൺ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ, BSW 107. അപ്പം ഈ ഒരു 4 പേപ്പേഴ്സ് എടുക്കുമ്പോൾ അത് നിങ്ങളുടെ കോർ പേപ്പേഴ്സ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യണം, ചൂസ് ചെയ്ത് പഠിക്കേണ്ട പേപ്പേഴ്സ് ആണ്. ആൻഡ് ലാസ്റ്റിൽ കൊടുത്തിരിക്കുന്ന 2 പേപ്പേഴ്സ് ആണ് നിങ്ങളുടെ ഇലക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി ഉണ്ട്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുമ്പോൾ BEGAE 182 ആൻഡ് സോഷ്യൽ സൈക്കോളജി വരുമ്പോൾ BPCM 162 ആണ്. അപ്പോ മെയിൻ ആയിട്ടും നിങ്ങൾക്ക് 6 പേപ്പേഴ്സ് ആണ് എന്ത് ചെയ്യാനുള്ളത്, ഗോ ത്രൂ ചെയ്യാനുള്ളത്. ഓക്കെ. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ നോക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 തിയറി തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം കൂടെ നിങ്ങൾക്ക് എന്താണുള്ളത്, 6 പേപ്പേഴ്സ് ആണ് ഓവറോൾ നിങ്ങൾക്ക് ഇൻക്ലൂഡിങ് പ്രാക്ടിക്കൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ആൻഡ് ഇവിടെ നമുക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ BSW 125 സോഷ്യൽ കേസ് വർക്ക് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് നമുക്ക് ഫുള്ളി അവൈലബിൾ ആണ്. നമുക്ക് ക്ലാസ്സസും അതേപോലെ നമ്മളുടെ PDFസും വാല്യൂ ആഡഡ് നോട്ട് SLM ആയിക്കോട്ടെ, ലൈവ് സെഷൻസ് ആയിക്കോട്ടെ, PYQ എല്ലാം തന്നെ നമുക്ക് ഫുള്ളി അവൈലബിൾ ആണ്. ആൻഡ് അതിന്റെ ക്രെഡിറ്റ് ആണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് 6 എന്ന് പറയുന്നത്. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് പേപ്പർ BSW 106 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ. അതെന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രൊജക്ട് ആണ്, ഇന്റേൺഷിപ്പ് ആണ്, നിങ്ങൾ പോയി ചെയ്യേണ്ട കാര്യമാണ്. അതിന് 10 ക്രെഡിറ്റ് ആണുള്ളത്. ആൻഡ് BSW 124 ഹ്യൂമൻ ഗ്രോത്ത് ബിഹേവിയർ ആൻഡ് കൗൺസിലിംഗ് ഫുള്ളി അവൈലബിൾ ആണ്. നമുക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും മെന്റർഷിപ്പും നമ്മൾ ഫുള്ളി അവൈലബിൾ ആയിരിക്കും. ആൻഡ് 6 ആണ് അതിന്റെ ക്രെഡിറ്റ് വരുന്നത്.
ആൻഡ് BSWL 107 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആണെങ്കിൽ അത് പ്രാക്ടിക്കലി നിങ്ങൾ പോയി ചെയ്യേണ്ടതാണ്. അതിന്റെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ എഴുതേണ്ടതാണ്. അതും 10 ആണ്. പ്രാക്ടിക്കൽസ് എല്ലാം 10 ആണ് ക്രെഡിറ്റ് വരുന്നത്. താഴെയുള്ള രണ്ടെണ്ണം എന്ന് പറയുന്നത് ഇലക്ടീവ്സ് ആണ്. ഇലക്ടീവ്സിന്റെ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും. BEGA 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഫുള്ളി അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ PPCM 162 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി അതെന്താണ് മൈനർ കോഴ്സ് ആണ്, ഫുള്ളി അവൈലബിൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ മൈനർ കോഴ്സിൽ സോഷ്യോളജി പഠിക്കാൻ കാണും. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, സൈക്കോളജി വേണം സോഷ്യോളജി വേണം എന്നുള്ളത്. പക്ഷെ അതിന്റെ ഒരു പ്രോസ്പെക്ട്സ് നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് വേറെ 4 ഇയർ കോഴ്സ് ഒക്കെ എടുക്കുമ്പം അവർക്കും സോഷ്യോളജി പഠിക്കാനുണ്ട്. പക്ഷെ ആ സോഷ്യോളജി ആണോ നമുക്കുള്ളത് എന്ന് ഉറപ്പില്ല, കാരണം അത് നമ്മുടെ സൈറ്റിൽ വന്നിട്ടില്ല. സോ അവർക്ക് പഠിക്കാനുള്ള സെയിം ആണെന്നുണ്ടെങ്കിൽ അതിന്റെയും കൂടെ നോട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇല്ല ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന പേപ്പർ മാത്രമായിരിക്കും. ഓക്കെ. അടുത്തത് നമുക്ക് സോഷ്യൽ കേസ് വർക്ക് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പേപ്പർ എടുത്താൽ അതിൽ എന്തൊക്കെയാണ് ഗോ ത്രൂ ചെയ്യാനുള്ളത് നോക്കാം. BSW 125 ആണ് പേപ്പർ കോഡ് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള സോഷ്യൽ കേസ് വർക്ക് എന്താണ് എന്നുള്ളതിന്റെ ബേസിക്സ്, ഐഡിയാസ്, മീനിങ്സ്, ഡെഫിനിഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ സോഷ്യൽ കേസ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ സെറ്റിംഗ്സിൽ നമുക്ക് ഇതിനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു സോഷ്യൽ വർക്കിൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകളെ ഡീൽ ചെയ്യുന്നത്, അവരുടെ ഇടയിൽ നമുക്ക് എന്തൊക്കെ ടെക്നിക്സുകൾ അല്ലെങ്കിൽ എന്തൊക്കെ ഇന്റർവെൻഷൻസും കാര്യങ്ങളും കൊണ്ടുവരാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്താണ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനും നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്, BSW 125 എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആണ്. BSWL 106 ആണ്. സോ നിങ്ങളിൽ കുറച്ച് ഇപ്പൊ 2 പേരാണ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരാൾ ഫീൽഡ് വർക്ക് ചെയ്തതായിട്ട് എനിക്ക് അറിയാം. അപ്പോൾ നമുക്കറിയാലോ, നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏജൻസി ചൂസ് ചെയ്യുക, അവിടെ ഇത്ര നമ്പർ ഓഫ് ഡേയ്സ് എന്ത് ചെയ്യുക, നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോ ഇവിടെ വന്നിട്ടുള്ളത് BSW 106 ആണ്. സോ BSW 106 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 5 കമ്പൽസറി ആയിട്ടുള്ള ഓറിയന്റേഷൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. അതേപോലെ തന്നെ 106 വരുന്നത് കൺകറന്റ് ഫീൽഡ് വർക്ക് വരുന്നുണ്ട്. 15 ഡേയ്സ് ഓഫ് കൺകറന്റ് ഫീൽഡ് വർക്ക് ആണ് നിങ്ങൾക്ക് വരുന്നത്. ആൻഡ് ഇൻഡിവിജ്വൽ കോൺഫറൻസ് വരുന്നുണ്ട്, അത് 5 ദിവസത്തെയാണ്. സോ ഫസ്റ്റ് ഇയറിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് എന്താ പറയാ, ഫസ്റ്റ് സെം ആൻഡ് സെക്കൻഡ് സെം, അതായത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എന്തില്ലായിരുന്നു, ഫീൽഡ് വർക്ക് ഒരു പർട്ടിക്കുലർ ഏജൻസി ചൂസ് ചെയ്തിട്ട് അവിടെ തന്നെ 15 ഡേയ്സ് ഫീൽഡ് വർക്ക് ചെയ്യാന്നുള്ളത് ഇല്ലായിരുന്നു. അതെന്താണ്, ഈ ഇയർ തൊട്ടാണ് അത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഓറിയന്റേഷൻ വിസിറ്റ്സ് മാത്രം വരുന്നുള്ളത്, 20 വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യുക, അവിടെ വിസിറ്റ് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കളക്ട് ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ഏജൻസി ചൂസ് ചെയ്തിട്ട് അവിടെ തന്നെ 15 ഡേയ്സ് ഓഫ് എന്ത് ചെയ്യുക, കൺകറന്റ് ഫീൽഡ് വർക്ക് കമ്പൽസറി ആയിട്ട് ചെയ്യാം. അതാണ് ഇവിടെ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഈ പറയുന്ന ഫീൽഡ് വർക്ക് പ്രാക്ടിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടാന്നുള്ളതാണ്. നമുക്ക് വർക്കിന് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യാണ്. സോ നമുക്ക് തിയറി ക്ലാസ് കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിനെ നിങ്ങൾ എന്ത് ചെയ്യാം,
മോൾഡ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ, ഈ ഒരു പ്രാക്ടിക്കൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ പറയുന്ന ഫീൽഡ് വർക്കും കാര്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് അറ്റൻഡ് ചെയ്യാന്നുള്ളതല്ല, നിങ്ങൾക്ക് ഫീൽഡ് വർക്ക് ജേർണൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലേ. സോ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ബുക്സ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അത് കിട്ടിക്കഴിയുമ്പോൾ ഈ ജേർണലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ട് നിങ്ങൾ അതിൽ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ടും നോട്ട് ചെയ്യേണ്ടത്. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ കീ കോമ്പണൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കൺകറന്റ് ഫീൽഡ് വർക്ക് ഉണ്ട്, ഓറിയന്റേഷൻ വിസിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ കോൺഫറൻസ് ഉണ്ട്. ഓറിയന്റേഷൻ വിസിറ്റ് എന്ന് പറയുമ്പോൾ 5 എണ്ണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ പോവാം. ഒരു സ്ഥാപനത്തിൽ ഒരു ദിവസം പോവാം. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഹിസ്റ്ററി, അല്ലെങ്കിൽ അവരവിടെ എന്താ ചെയ്യുന്നത്, അവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അവരവിടെ കൊടുക്കുന്ന സർവീസുകൾ എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എൻക്വയറി ചെയ്തിട്ട് ദാറ്റ് യു ക്യാൻ റൈറ്റ് ദ റിപ്പോർട്ട്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൺകറന്റ് ഫീൽഡ് വർക്ക് വരുന്നുണ്ട് 15 days. പിന്നെ വരുന്നത് IC ആണ്. നിങ്ങൾ ഇത്ര ഡേയ്സ് ഓഫ് ഫീൽഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ നിങ്ങളുടെ സൂപ്പർവൈസർ ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ കോൺഫറൻസ് കാണും. സോ അതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് എന്തോരം ഇൻസൈറ്റ് കിട്ടി എന്നുള്ളതിന്റെ ബേസിസിലും നിങ്ങൾ അഗൈൻ റിപ്പോർട്ട് എഴുതണം. അതാണ് ICയിൽ വരുന്നത്. ഓക്കെ, ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഫീൽഡ് വർക്കിന്റെ ജേർണൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലോഗ് ഷീറ്റ്സും കാര്യങ്ങളൊക്കെ കാണും, നിങ്ങൾ അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഷീറ്റ്സും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ തരത്തിലുള്ള റിപ്പോർട്ട് റൈറ്റിംഗും കാര്യങ്ങളും, നിങ്ങളുടെ സ്കിൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാം, സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാം. ആൻഡ് ദെൻ സൂപ്പർവൈസർ കമന്റ്സ് ആണ്. അതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് വെച്ചിട്ട് ഫീൽഡ് സൂപ്പർവൈസർ നിങ്ങൾക്ക് തരുന്ന ഫീഡ്ബാക്ക് ആണ് സൂപ്പർവൈസർ കമന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രാക്ടിക്കലിൽ വരുന്നത്. Then coming to BSWL 124, ഹ്യൂമൻ ഗ്രോത്ത്, ബിഹേവിയർ ആൻഡ് കൗൺസിലിംഗ്. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അതിന്റെ ഒരു ഡെഫിനിഷൻ, മീനിങ്, അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളും തിയറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ആസ് എ സോഷ്യൽ വർക്ക് നമുക്കറിയാം, നമ്മൾ കൗൺസിലേഴ്സ് ആയിട്ട്, ഇപ്പൊ സ്കൂൾ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ പല പല സെറ്റിംഗ്സിൽ നമ്മൾ കൗൺസിലേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൈക്കോളജിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുക അല്ലെങ്കിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അറിയുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ഹ്യൂമൻ ഗ്രോത്ത്, ബിഹേവിയർ ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കൗൺസിലിംഗിന്റെ പല പല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പേപ്പർ നിങ്ങളെ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ആളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഓരോരോ കണ്ടീഷൻസും കാര്യങ്ങളും എങ്ങനെയാണ്, അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയാ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേപ്പർ കൂടിയാണ് BSWL 124 എന്ന് പറയുന്നത്. അപ്പൊ അത് ജസ്റ്റ് തിയറി മാത്രം നിങ്ങൾ എക്സാം ഫോക്കസ് ചെയ്ത് മാർക്കിന് വേണ്ടി മാത്രം പഠിക്കാണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ കണ്ടിട്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ആൻഡ് അഗെയിൻ നെക്സ്റ്റ് നമ്മുടെ പ്രാക്ടിക്കൽ ആണ് BSWL 107, സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ റിയൽ ലൈഫിൽ വരുന്ന പ്രോബ്ലം സോൾവിങ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, സോഷ്യൽ വർക്കിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഇവിടെ വരുന്നുണ്ട്. ആൻഡ് ദെൻ ഇവിടെ വരുന്ന കോർ കോമ്പണൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ നിങ്ങളുടെ പല പേപ്പറുകളിലായിട്ട് നിങ്ങൾ സോഷ്യൽ കേസ് വർക്ക് പഠിക്കുന്നുണ്ട്, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്, ഇതൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് പഠിക്കുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഇപ്പോ നിങ്ങളിപ്പോ ഒരു സൈക്യാട്രിക് സെറ്റിംഗ്സ് ആണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കുറെ പേഷ്യൻസ് കാണും. സോ ദാറ്റ് അവരുടെ ഇടയിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് വർക്കും കേസ് വർക്കും ഒക്കെ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ഒരു സ്കിൽസും നോളജും കൂടെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ ആണിത്. ആൻഡ് ഇവിടെ കൺകറന്റ് വിസിറ്റ്സും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ICസും കാര്യങ്ങളും എല്ലാം എന്തിൽ വരുന്നുണ്ട്, ഈ പ്രാക്ടിക്കലിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ സെയിം ആണ്, അതായത് ഫീൽഡ് വർക്ക് റിപ്പോർട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ കേസ് സ്റ്റഡി, നിങ്ങൾ എന്താണ് പഠിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ വിസിറ്റ് ചെയ്തു, അതിന്റെ ബേസിസിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഡോക്യുമെന്റേഷൻ പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ഓൾസോ ICs നിങ്ങളെ സൂപ്പർവൈസർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് മീറ്റപ്പ് ചെയ്തിട്ട് അത് നിങ്ങൾ ഇൻഫോം ചെയ്യും എപ്പോഴാന്ന് വെച്ചാൽ. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ പോയി അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ബേസിസിൽ ആ ഒരു ഇൻസൈറ്റ് വെച്ചിട്ട് എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പോർട്ട് എഴുതുക. ദെൻ നിങ്ങൾ തന്നെ എഴുതുന്ന റിപ്പോർട്ടും കാര്യങ്ങളും, ഫീൽഡ് വർക്കിന്റെ റിപ്പോർട്ട്സും കാര്യങ്ങളും എല്ലാം ഫീൽഡ് വർക്ക് ജേർണലിൽ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ നമുക്ക് വരുന്ന കോഴ്സ് ഹൈലൈറ്റ് BEGA 182, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്ന ഇലക്ടീവ് പേപ്പർ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കുന്നുണ്ട് അവിടെ. ആൻഡ് ഓൾസോ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ഇൻ കോണ്ടെക്സ്റ്റ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്. ഓക്കെ, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസും അതേപോലെ തന്നെ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസും ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു പേപ്പർ ആണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത്.
സോ നമ്മൾ ഓരോ സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത്തരത്തിലും കൂടെ നിങ്ങൾ ഇതിനെ കണ്ടിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി നോക്കുക. ബിക്കോസ് ആസ് എ സോഷ്യൽ വർക്കർ നമ്മൾ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾ എന്താ പറയാ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് അവരെ ലിസൺ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ എടുക്കാനാണെങ്കിൽ തന്നെ നിങ്ങളുടെ റിപ്പോർട്ട് റൈറ്റിംഗിനെ ഒക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് BEGAE 182 എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ഇലക്ടീവ് പേപ്പർ ആണ് BPCM 162 മൈനർ കോഴ്സ് ആണ്, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി ആണ്. സോ ഇതിന്റെ ഒരു പേർപ്പസ് എന്ന് പറയുമ്പം സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ഹ്യൂമൻ ബിഹേവിയർ എന്ത് ചെയ്യാം മനസ്സിലാക്കാം, ആൻഡ് ഓൾസോ എക്സ്പ്ലോർ ദ ഇമ്പാക്ട് ഓഫ് സൊസൈറ്റൽ ഇൻഫ്ലുവൻസസ് ഓൺ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. അല്ലെ, നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പം നമുക്ക് അതിലുള്ള എന്താ എത്രത്തോളം ഇൻഫ്ലുവൻസ് ആണ് നമ്മളുടെ ഇൻഡിവിജ്വൽ ബിഹേവിയറിലും അല്ലെങ്കിൽ ഗ്രൂപ്പ് ബിഹേവിയറിലും ഒരു സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട്, അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ആ ഒരു പേപ്പർ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ കവർ ചെയ്യുന്ന കോർ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ബിഹേവിയറും ഡൈനാമിക്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് ഫോർമേഷൻ, ലീഡർഷിപ്പ്, പിയർ പ്രഷർ ഒക്കെയാണ് അതിന്റെ ഉള്ളിൽ വരുന്നത്. പിന്നെ സോഷ്യൽ കോഗ്നിഷൻ എടുക്കുമ്പോൾ പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡ്സ്, സ്റ്റീരിയോടൈപ്സ്, ബയസസ് ഇതൊക്കെ വരുന്നുണ്ട്. ദെൻ കൾച്ചറൽ ആൻഡ് സൊസൈറ്റൽ ഇൻഫ്ലുവൻസ് എടുക്കുമ്പോൾ ഇമ്പാക്ട് ഓഫ് ഫാമിലി, കമ്മ്യൂണിറ്റി ആൻഡ് കൾച്ചർ ഓൺ ബിഹേവിയർ. ഈ കോർ ടോപ്പിക്സ് ആയിരിക്കും ഇതിൽ കവർ ചെയ്യുന്നത്. ദെൻ നമുക്ക് എവിടേക്കാണ് സോഷ്യൽ സൈക്കോളജി നമുക്ക് പ്രാക്ടിക്കലി എവിടേക്ക് അപ്ലൈ ചെയ്യാൻ ചോദിച്ചാൽ കൗൺസിലിംഗ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ ബിഹേവിയർ അനാലിസിസ്, അതേപോലെ പബ്ലിക് പോളിസി ആൻഡ് അഡ്വക്കസി പ്രോഗ്രാംസ്. ഓക്കെ, പബ്ലിക് പോളിസി മേക്കിംഗിലും അതുപോലെ അഡ്വക്കസി പ്രോഗ്രാംസിലും ഒക്കെ നമുക്ക് ഈ പറയുന്ന സോഷ്യൽ സൈക്കോളജിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഇതൊക്കെ ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ടാണ്. ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു പേപ്പറിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. നമുക്ക് അറിയാം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ കുറെ ബുദ്ധിമുട്ടി പഠിച്ച ആൾക്കാരുണ്ടല്ലോ. അതായത് ഇപ്പൊ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്നവരുണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും അതിനെ മറികടന്ന് പഠിച്ച ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ പഠിക്കാൻ പറ്റാതിരുന്ന ആൾക്കാരും ഉണ്ട്. സോ ആ ഒരു ഫസ്റ്റ് ഇയറിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അത് സംഭവിച്ചു. അപ്പോൾ ഇനി ഇപ്പൊ നമുക്ക് സെക്കൻഡ് ഇയർ ആണ് നമ്മുടെ മുന്നിലേക്കുള്ളത്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് നല്ല രീതിയിൽ പഠിക്കാം എന്നുള്ളതിന്റെ ഒരു നല്ലൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു ഇയറിനെ കൊണ്ടുപോകേണ്ടി പറ്റും. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എപ്പോഴാണ് എക്സാം വരുന്നത്, ഏത് മാസത്തിലാണ് എക്സാം വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം Jan 25 നിങ്ങൾ ഈ പറഞ്ഞ സെക്കൻഡ് ഇയറിൽ കയറുമ്പോൾ December 25 നിങ്ങളുടെ എക്സാം. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ആൻഡ് ഓൾസോ അസൈൻമെന്റ് ഡെഡ്ലൈൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് എഴുതാൻ വേണ്ടിയിട്ട് ടൈംസും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് പ്രോപ്പർലി ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ ഒരു ബ്ലോക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ ഓക്കെ ഇത് ഇത്ര മാസം കൊണ്ട് തീർക്കണം, ഒരു സബ്ജക്ട് എടുത്താൽ അതൊരു 15 days അല്ലെങ്കിൽ 30 days കൊണ്ട് തീർക്കാൻ പറ്റണം എന്നുള്ളത് നിങ്ങളുടെ ഗോൾസിനെ മാനേജബിൾ ആയിട്ട് എന്ത് ചെയ്യുക, അതിന് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു വീക്കിൽ ഒരു യൂണിറ്റ് കവർ ചെയ്യണം എന്നുള്ള ഗോൾസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ,
ആൻഡ് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ദിവസത്തെ എല്ലാ മണിക്കൂറിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്റ്റഡി സ്കെഡ്യൂൾസ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാന്നുള്ളതാണ്. പ്രൊഡക്റ്റീവ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ആൻഡ് ഓൾസോ ഈ ലാസ്റ്റ് മിനിറ്റിലെ എക്സാമിന്റെ സമയത്ത് മാത്രം പഠിക്കാതെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റുട്ടീൻ സെറ്റ് ചെയ്യുക. ഒരു ഡെയിലി ഒരു 1 hour ഞാൻ പഠിത്തത്തിന് വേണ്ടി മാറ്റി വെക്കുന്നു എന്ന് വിചാരിച്ചാൽ ഈ ഒരു ഇയർ ഫുൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാതെ വരും. അപ്പം അങ്ങനെ പഠിക്കാൻ പറ്റാതെ വരുമ്പോൾ നെക്സ്റ്റ് ഡേ അതും കൂടെ കൂട്ടി പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ റുട്ടീനിൽ വളരെ കൺസിസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് അനുസരിച്ചിട്ടുള്ള റിസൾട്ടും നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും. ഓക്കെ. ആൻഡ് നിങ്ങൾ പഠിക്കുക മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിരിക്കണം. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ബ്രേക്ക് ടൈം അല്ലെങ്കിൽ വർക്ക്ഔട്ട്സ്, ഹോബീസ് ഇതിനും കൂടി വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടൈം എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. ആ ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. ബിക്കോസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ അത് ബോറിംഗ് ആയിട്ട് തോന്നും. ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നെ അത് പഠിക്കാൻ ഒരു ഇഷ്ടക്കേടും കാര്യങ്ങളൊക്കെ തോന്നും. സോ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്താ എക്സസൈസും ഹോബീസും ബ്രേക്സും അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കാണാൻ പോവാ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അതേപോലെ ഒത്തിരി സ്ട്രെസ് ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത്, എക്സാമിന്റെ സമയത്ത് സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. സോ അതത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ലേൺ വൈസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് റെക്കോർഡ് അതുപോലെ തന്നെ ലൈവ് വീഡിയോ ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രീ റെക്കോർഡ് ആയിട്ട് ആപ്പിൽ വീഡിയോ ഉണ്ട്. ആൻഡ് ഓൾസോ ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ബ്ലോക്ക് നമ്മൾ കവർ ചെയ്യുന്ന അനുസരിച്ചിട്ട് ആ ഒരു വീക്കെൻഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് വീഡിയോ ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്ത് തന്നെ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ഫുൾ ബ്ലോക്കിനെ ഒന്ന് ഗോ ത്രൂ ചെയ്യണം എന്നൊക്കെ തോന്നിയാൽ നിങ്ങൾക്ക് വാല്യൂ ആഡഡ് നോട്ട് എടുത്താൽ ഷോർട്ട് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു യൂണിറ്റിൽ എന്താണ് അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ എക്സാം പീഡിക, എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് പോലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അസൈൻമെന്റ് എഴുതാനാണെന്നുണ്ടെങ്കിൽ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഒക്കെ നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ നിങ്ങൾക്ക് ഇഗ്നോയുടെ മോഡൽ എക്സാംസും കാര്യങ്ങളും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളും ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ വർക്ക് ബുക്സും ആൻസർ ഫയൽസും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് മെന്റലി നിങ്ങൾ ഭയങ്കര ഡൗൺ ആണ്, നിങ്ങൾക്ക് ആൻസൈറ്റി, സ്ട്രെസ്, ടെൻഷൻ ഇതൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കണം എന്ന് തോന്നിയാലും അങ്ങനെയുള്ള ഒരു ഫീച്ചർ, ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്ന ഒരു ഫീച്ചറും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ. ആൻഡ് ഇനി അടുത്തൊരു കാര്യം പറയാൻ വേണ്ടി പോകുന്നത് റെഫറൽ ഫ്രണ്ട് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ലേൺ വൈസിൽ എൻറോൾഡ് ആയിട്ട് ആപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ലേണർ ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ ലേൺ വൈസിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരാൾ ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയാണ്, എനിക്കും ഈ ഒരു BSW അല്ലെങ്കിൽ ഏത് കോഴ്സും ആയിക്കോട്ടെ, ഓക്കെ, ലേൺ വൈസിൽ ചേരാൻ താല്പര്യമുണ്ടെന്ന് നിങ്ങളെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ദറ്റ് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ, എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോ നിങ്ങൾ അങ്ങനെ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്തിട്ട് അവർ നമ്മുടെ ലേൺ വൈസിൽ രജിസ്റ്റർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് റിവാർഡ് ആയിട്ട് 1000 rupees എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഓക്കെ. സോ ഇൻസെന്റീവ് ആയിട്ട് 1000 ആണ് പെർ സക്സസ്ഫുൾ റെഫറൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ആ ഒരു റെഫറൽ വഴി വരുന്ന ആ ഒരു എന്താ പറയാ ലേണറിന് 10% നമ്മൾ ഏർലി ബേർഡ് ഡിസ്കൗണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മാക്സിമം ഇപ്പം ആരെങ്കിലും ഒക്കെ അറിയാം, അവർക്കൊക്കെ ചേരാൻ താല്പര്യമുണ്ട്, ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരെ എന്ത് ചെയ്യുക, റെഫർ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ നിങ്ങൾക്കും അതൊരു ഏർണിങ്സ് ആണ് അല്ലെ, നിങ്ങൾക്ക് ഇൻസെന്റീവ് ആയിട്ട് നിങ്ങൾക്കും വീട്ടിലൊക്കെ ഇരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ മണി ഏൺ ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യമാണ്. ആൻഡ് ഓൾസോ നമ്മുടെ കമ്മ്യൂണിറ്റിയും അതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ അത് നിങ്ങൾ മെയിൻ ആയിട്ട് ഒന്ന് നോട്ട് ചെയ്യുക. ആൻഡ് അത്രയായിരുന്നു നമുക്ക് മെയിൻ ആയിട്ടും പറയാനുള്ളത്. ആൻഡ് നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ഇയർ എക്സാംസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ലേണർ നമ്മുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ആൾക്ക് എങ്ങനെയായിരുന്നു എക്സാംസും കാര്യങ്ങളും ഫുള്ളി എത്ര എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഈ ഒരു 1 year ലേൺ വൈസിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. സോ ആൾക്ക് എങ്ങനെയായിരുന്നു നമ്മുടെ മെന്റർഷിപ്പും കാര്യങ്ങളും എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിരിക്കും നമ്മൾ ഇനി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ BSW Jan 24 ബാച്ചിലെ സ്നേഹനെ ഇൻവൈറ്റ് ചെയ്യാണ്. സ്നേഹ
ഇപ്പൊ എക്സാം എഴുതി കഴിഞ്ഞു. മൊത്തം ഞങ്ങൾക്ക് 6 സബ്ജക്ട്സ് ആണ് ഉള്ളത്. വീഡിയോസ് ഒക്കെ ഞാൻ ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ട് ഓൾറെഡി. എനിക്കാണോ BSW ഒക്കെ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ റെഗുലർ ആയിട്ട് കാണുന്ന വീഡിയോസ് ആയിരുന്നു. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഓൾറെഡി ഇപ്പൊ മാം പറഞ്ഞ പോലെ ഡെയിലി 1 hour അങ്ങനെ പഠിച്ചു പോവാണെന്നുണ്ടെങ്കിലും എനിക്ക് എക്സാമിന് ടൈം ആകുമ്പോൾ എനിക്ക് നോക്കുമ്പോൾ എല്ലാം പുതിയതുപോലെ തോന്നും. എനിക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പൊ ആ ടൈമിൽ ഞാൻ ആ ഒരു എക്സാമിന് ഒരു 3-4 days ബാക്ക് ഞാൻ എന്ത് പഠിക്കുന്നോ അതായിരിക്കും എനിക്ക് കിട്ടുണ്ടാവുക. ഏർലി പഠിച്ചു വെച്ചാൽ എനിക്കത് കിട്ടില്ല. പിന്നെ നമ്മൾ പിന്നീട് റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ ഇത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ജസ്റ്റ് അങ്ങനെ ഒരു തോട്ട് മാത്രം ആ ഒരു മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ലേൺവൈസ് ആക്ച്വലി ഹെൽപ്പിംഗ് ആയിരുന്നു. ഞാൻ മീൻസ് BSW ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് വായിക്കുന്ന ചിലപ്പോ ആ ഒരു മീനിങ് നമുക്ക് വായിക്കുമ്പോൾ കിട്ടുന്നുണ്ടാവില്ല, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോ ഞാൻ വീഡിയോസും കൂടെ അറ്റ് എ ടൈം ഒരുമിച്ച് റെഫർ ചെയ്തിട്ടാണ് എന്നിട്ട് സൈഡിൽ നോട്ട് ചെയ്താണ് പോവാറ്. അങ്ങനെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഞാൻ ക്ലാസ്സസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മാം എന്നെ മെന്റർ ഫാത്തിമ മാം ആണ്. മാമിന് അത്യാവശ്യം നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഇടയ്ക്ക് ഞാൻ കുറച്ച് ഡിലേ ആവുമ്പോൾ മാം അത്യാവശ്യം പഠിക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. സോ ഹെൽപ്പിംഗ് ആയിരുന്നു നന്നായിട്ട്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സ്നേഹ. അപ്പൊ എന്തായാലും ഇന്ത്യ നന്നായിട്ട് പഠിക്കുക. ബെസ്റ്റ് വിഷസ് ഫോർ ദ സെക്കൻഡ് ഇയർ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും സെക്കൻഡ് ഇയറിലേക്ക് ബെസ്റ്റ് വിഷസ്. ഇന്ത്യ നല്ല രീതിയിൽ പഠിക്കുക. ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെ ഡ്രോബാക്സ് ഉണ്ടായിട്ടുണ്ടോ അതൊന്നും മൈൻഡിൽ വെക്കണ്ട, ബിക്കോസ് നമുക്കൊരു ന്യൂ ഇയർ ആണ്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ പറഞ്ഞിട്ടുള്ളത് പോലെ കുറെ സ്ട്രാറ്റജീസ് പറഞ്ഞു. അത് മാത്രമല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ടൈം ടേബിൾ ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് അതിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും, നമ്മുടെ രീതിയിൽ. ഓക്കെ, ടൈമൊക്കെ മാനേജ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ തന്നെ എല്ലാവരും മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ വൺസ് അഗെയിൻ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ബൈ. താങ്ക് യു മാം. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.